ഇപ്പോൾ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ ടേബിൾ ചെയ്യുന്നതിന് മുന്നോടിയായി മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ശക്തമായിട്ട് തന്നെ പാർലമെന്റിൽ എതിർക്കും. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുകയാണ്. അത് തന്നെയാണ് പറയുന്നത്. അതായത് ഇത് ഞങ്ങൾ പറഞ്ഞത് ഇത് വിശ്വാസപരമായൊരു കാര്യമാണ്. കാരണം ഒരു ദൈവമാർഗത്തിൽ സ്വന്തം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന അതിന് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ BJP ഗവൺമെൻറ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുകൊണ്ട് തങ്ങൾ പറഞ്ഞത്, അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർക്കുന്നത്. അതുതന്നെയാണ് നിലപാട്, അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട്. ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. കേരളത്തെക്കാളും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ മറ്റിതര സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല, മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒരു നിയമം കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ബാധകമാണ്. നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും. ഇപ്പം തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ വലിയ പരാതിയിലാണ്. അവരുടെ ജീവനും സ്വത്തിനും പരിരക്ഷ കൊടുക്കുന്നില്ല എന്ന പരാതി അവർക്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം ഇതിൽ വരും. അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല. ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു ഭേദഗതിയിലൂടെ വേറെ ആരതും പിടിച്ചെടുക്കാം. വിശ്വാസത്തിൽ ഇടപെടലാണ് ഈ നടക്കുന്നത്. അത് ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ അതിനെ നഖശിഖാന്തം എതിർക്കുന്നത്. അത് തന്നെയാണ് അതിലെ സ്റ്റാൻഡ്. അത് മനസ്സിലാക്കേണ്ടതാണ്. അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ടോട്ടലായിട്ട് ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇത് വേറെ ചില വിഷയങ്ങളിൽ കൊണ്ടുപോയി കെട്ടി ചില ആളുകൾ ദുരുദ്ദേശപൂർവം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമമാണ് ഇത്. കാരണം എല്ലാ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ വിശ്വാസത്തിൽ ഇടപാടുള്ള ഒരു ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ വഖഫിനെ പിടിക്കാൻ കാരണം ഇത്രയും കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് വഖഫാണ്. വഖഫ് സ്വത്തുക്കളുടെയും അതിൻ്റെ ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ഇടപെടുക എന്നൊക്കെയായിരിക്കാം അവരുടെ ലക്ഷ്യം. കോൺഗ്രസുമായി ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ. ഇന്നും അവർ 12 മണിക്ക് ചർച്ച തുടങ്ങിയതിന് മുമ്പൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട്. വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ്. കാരണം ഈ വഖഫ് ബില്ല് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരുപാട് വകുപ്പുകൾ അതിലുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുനമ്പത്തുള്ള വിഷയമായിരിക്കും. മുനമ്പത്തുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കണം, അല്ലേ? വഖഫിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഭൂമിക്കോ അതിന് വസ്തുതകൾക്കോ കേസ് വന്നാൽ പിന്നെ അത് ഗവൺമെന്റിലേക്ക് പോവുകയാണ്. അതെ. പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻറ് മുൻകൈ എടുത്തത് തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലർ ചെയ്തതാണ്. മതമേലധ്യക്ഷന്മാരൊക്കെ അന്ന് പ്രശ്നം നല്ല നിലക്ക് പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാവും. ഇത് നല്ല നിലക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ്
നമ്മുടെ ഈ സ്റ്റാൻഡ് അങ്ങനെ തന്നെയാണ്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ്. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല. അതിൽ മാറ്റമില്ല. ഇതിൽ ഒന്നും രണ്ടും ക്ലോസ് അല്ല, ഒരുപാട് ക്ലോസ് ഉണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ളത്. അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് ഉണ്ടാവുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ പല ജാതി പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുകൊണ്ട് അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. നഗശികാന്ത എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സഹകരിക്കും. ഭീഷണിയുടെ സമീപനമുണ്ട്. എം പിമാരുടെ ഓഫീസിന് മുമ്പിൽ ഇന്നലെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് അല്ല ഇവിടെ ഇപ്പോൾ നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിർപ്പ് ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പറ്റും. നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രശ്നം മാത്രം മനസ്സിൽ കണ്ട് വരണ്ട. കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനെ ഞങ്ങൾ ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോവും. ആ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. ഇത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് വേറെ, ഇത് വേറെ. മുൻപം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇത് അതിമ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ പ്രചരണം നടത്തുന്നത് BJPയുടെ ഒരു ആംഗിളാണ്. ആ ആംഗിളിൻ്റെ കൂടെ സ്വാഭാവികമായി മതേതര കക്ഷികൾ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇടതുപക്ഷമായാലും UDF ആയാലും ബില്ലിനെ എതിർക്കുന്നത്. ഭേദഗതി ചെയ്യുന്ന പ്രധാന ക്ലോസുകളിലൊന്ന് വൺസ് ഓൾവേസ് വക്കഫ് എന്ന് പറയുന്ന ഒരു ക്ലോസാണ്. അതെടുത്ത് കളയുന്നതാണെന്ന് പറയും. അപ്പോൾ അതെടുത്ത് കളയുന്നതിൽ ശരിക്കും ലോജിക്കലായിട്ടൊരു തകരാറുള്ളതായിട്ട് ലീഗ് കരുതുന്നില്ല. അതിനൊന്നും ആവശ്യമില്ല. വഖഫ് നിയമം ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും ഭൂമി, ഞാൻ ചോദിക്കട്ടെ, രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിൽ ഒരു തർക്കം ഏതെങ്കിലും ഈ കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്? ഒരൊറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളാരെങ്കിലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് അതൊരു വിഷയമായിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. അത് ഇടക്കാലത്ത് ഒരു കമ്മീഷൻ വന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിയൊരു പ്രശ്നം ഉണ്ടാക്കിയവരും തന്നെ ഉണ്ടാക്കാനും ഒരു കൂട്ടർ തന്നെ, തീർക്കാതിരിക്കാനും ഒരു കൂട്ടർ തന്നെ. ഇതിനൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം, അല്ലാതെ വേറൊന്നുമില്ല. ആ വകുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ പ്രശ്നം രമ്യമായി ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു. തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി വകുപ്പാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് അവസാനം വകുപ്പ് മാത്രമല്ല ഒക്കെ നിയമം തന്നെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വെച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിറകിൽ. അല്ലാതൊന്നുമല്ല. ഞങ്ങളൊക്കെ വഖഫ് കൈകാര്യം ചെയ്തപ്പോൾ മുനമ്പ സമരം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ല. പിന്നീട് ഉണ്ടായത് അതൊരു കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിഷയമാണ്. അത് അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ഒരു കമ്മീഷനാണ്. അവർ ക്യാബിനറ്റ് കൊണ്ടുപോയി പാസ്സാക്കി ഒക്കെ ബോർഡിന് നിർബന്ധമായിട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാതിരിക്കുന്നതും അവർ തന്നെ, അതാണ് കൊണ്ട് നടക്കുന്നതും എന്ന് പറഞ്ഞ പോലെ. വന്നപ്പോഴേ ഇപ്പൊ KCBCയുടെ ഒരു നിലപാടൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് കൂടുതൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുന്നുണ്ട്. അതിൽ LDFന്റെ ഒരു തീരുമാനം ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സമീപനം ഉണ്ടോ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. കാരണം ഒരിടതുവെച്ച ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ആ കമ്മീഷനെ വെച്ചത്. മറ്റേ ഇടതുവെച്ച ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ പ്രശ്നം പൊന്തി വന്നത്. അവർക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയം. രണ്ടു കൂട്ടരും സംഭവിച്ചാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയം തീർക്കാതെ വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് അത് കോടതിയിൽ പോയി. അതിൽ കോടതിയിലോട്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനിലൂടെ തീർക്കാവുന്ന ഒരു വിഷയമാണ്, കൂടിയാലോചനയിലൂടെ തീർക്കാവുന്ന ഒരു വിഷയമാണ് ഈ സ്ഥിതിയിലെത്തിച്ചത്.
അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു നിയമം, വഖഫ് നിയമം, ആ നിയമത്തിന് ആ നിയമം തന്നെ വേണ്ട എന്ന് പറയുന്നത് എത്തിയ വിഷയം. അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻഡായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. അതാണ് പറഞ്ഞത്, വിശ്വാസപരമായ കാര്യങ്ങളിൽ BJP ഗവൺമെൻറ് ഇടപെടുമ്പോൾ അതിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാ മതേതര കക്ഷികളും സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് നിയമത്തെ എതിർത്ത്. മുൻപ് വിഷയത്തിനോട് ഓരോ പ്രശ്നത്തിനോട് ഒരു എതിർപ്പും ആർക്കുമില്ല. ഇപ്പോഴും അനുഭാവം തന്നെയാണ്. നാളെ ഗവൺമെൻറ് അത് തീരുമാനിച്ചാലും അതിനെ എതിർക്കില്ല. മുൻപം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു നിലപാട്. ഈ മുൻപം വിഷയം തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി LDF സർക്കാരെന്ന് പറഞ്ഞു. സ്വാഭാവികം അതല്ലേ BJPക്ക് ഇങ്ങനെയൊരു അമേരിക്കയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അവർ തമ്മിൽ അത്തരത്തിലൊരു ധാരണ അതാ പറഞ്ഞത്, പലവിധ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്. ഉണ്ടാവും. അതിൽ അതിപ്പോൾ നമ്മൾ ഇനി റിസർച്ച് ചെയ്ത് നോക്കാം എന്തിനായിരുന്നു ഇവർ ഈ കളിയൊക്കെ കളിച്ചത് എന്നുള്ളത്. ഏതായാലും ഇന്നത്തെ അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. മുൻപത്തെ പ്രശ്നം വരുമ്പോൾ അവിടെ പോയി നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണൽ വിഭജനം ഉണ്ടാവാതെ പോകുന്ന സാഹചര്യത്തിൽ അതിലും ഇടപെട്ട് ഒരു ഇതിൻ്റെ പേരില്ലേ, ഇപ്പം മുൻപ് വിഷയത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ക്രൈസ്തവ മേധാവികളും മുസ്ലിം സംഘടനകളൊക്കെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മുൻപ് വിഷയം പ്രത്യേകമായിട്ടൊരു വിഷയമാണ്. അതിന് പ്രത്യേകമായിട്ടൊരു രീതിയിൽ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടിനെയും വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുൻനിർത്തി അതിനെ പരിഹരിക്കണമെന്നാണ്. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ്. അവിടെ കുടിയിറക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, അതിന് ഞങ്ങൾക്ക് അനുകൂലിക്കുന്നുമില്ല. അവിടെ 19 കുടുംബങ്ങളുണ്ട്. അവരെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ ടേബിൾ ചെയ്യുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു ലീഗ് നേതാക്കൾ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ. മുനമ്പം വിഷയത്തെ വഖഫ് ഭേദഗതി ബില്ലുമായി ചേർത്ത് കെട്ടരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. രാജ്യവ്യാപകമായി ന്യൂനപക്ഷങ്ങൾക്കെതിരായ നടപടിയുടെ ഭാഗമായി വരുന്ന ഒരു ബില്ലാണ് വഖഫ് ഭേദഗതി ബില്ല്. പക്ഷേ അത് മുനമ്പത്തേത് ഒറ്റപ്പെട്ട വിഷയം മാത്രമാണ്. അത് സംസ്ഥാന സർക്കാരിന് മുൻകൈ എടുത്ത് പരിഹരിക്കാം. അതിനുവേണ്ടി മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ മുനമ്പത്ത് ജനതയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ലീഗ് നേതാക്കൾ ചെയ്യുന്നത്. പാണക്കാട്